മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ രക്ഷാദൗത്യം 13ാം ദിനത്തിലാണ്. രക്ഷാപ്രവർത്തനത്തിനിടെ നേവി ബോട്ട് ഒഴുക്കിൽപ്പെട്ടു. തിരച്ചിലിനിറങ്ങിയ ബോട്ടിന് നിലയുറപ്പിക്കാൻ കഴിഞ്ഞില്ല. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നത്. ഇന്നുകൂടി സ്വന്തം റിസ്കിൽ രക്ഷാപ്രവർത്തനം തുടരുമെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പറഞ്ഞു. ഇന്നലെ തിരച്ചിൽ നടത്തിയ സ്ഥലങ്ങളിൽ ട്രക്ക് സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്നും ഈശ്വർ മാൽപേ 24-നോട് വ്യക്തമാക്കി. നിന്നലെ 6 ഡേ ആക്കി, നിന്നലെ 6 ഡേ ആക്കി 4 പോയിന്റ് നോക്കി, 4 പോയിന്റിൽ 3 പോയിന്റ് നോക്കിയിട്ടായി. അപ്പോൾ കീഴെ പോകുന്ന സമയത്തിൽ ഒരുപാട് തടി കഷ്ണം, പിന്നെ ബ്ലേഡ്, ഈ സീറ്റിൻ്റെ എല്ലാം ഒത്തിരി ഉണ്ട്. 3ാമത്തെ പോയിന്റിൽ ഒരു തടി കഷ്ണം കിട്ടി. അതിൽ പിന്നെ സ്റ്റേ വയർ ഉണ്ട്. ഇന്ന് ഇപ്പോൾ ഒരു 10 മണിക്ക് സ്റ്റേ വയർ വലിച്ചിട്ട് അത് തടി കഷ്ണം അടിയിലെ വണ്ടി ഉണ്ട് നോക്കണം. ഇല്ല, ഞങ്ങൾ ഒരു 40-45 അടി താഴെ പോകുന്ന മാത്രമാവും. ഇല്ല, അപ്പുറത്തെ സൈഡ് പിന്നെ 70 അടി 80 അടി ഉണ്ട്. അപ്പോൾ ആ സൈഡിലെ കറണ്ട് കൂടുതലുണ്ട്, പിന്നും കൂടുതലുണ്ട്. അപ്പോൾ അവിടെ പോകണമായില്ലേ, ആ സ്ഥലത്തിൽ പോയിന്റ് ഉണ്ട് ഇന്ന് നോക്കണം. ട്രക്ക് പോയ ഒരു സൈഡിൽ ഒരു ഞങ്ങൾ നോക്കും, എത്ര അടി നോക്കിയാൽ എവിടെ ട്രക്ക് കാണില്ല. 1000 ഞങ്ങൾ ഒരു ഡെഡ് ബോഡി എടുത്തിട്ടുണ്ട്. ആ സമയത്ത് എവിടെ പോയെങ്കിലും നമ്മൾ സ്വയം ഉച്ചയിൽ ഞങ്ങൾ എടുത്തു കൊടുത്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം നമ്മൾ എടുത്തു കൊടുത്തത്. ശിരൂരിലെ രക്ഷാദൗത്യത്തിൽ കർണാടക സർക്കാർ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. കർണാടക മന്ത്രി ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക, രക്ഷാദൗത്യത്തിൽ നിന്നും പുറകോട്ട് പോകാതെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, ഒരു ടീമായി നിന്ന് ചെയ്യുക, അതാണ് പ്രധാനം. കർണാടകയിലെ മന്ത്രിസഭയിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അവിടെ ക്യാമ്പ് ചെയ്യണം. ഒരു ജില്ലാ കലക്ടർ മാത്രം അതിന് നേതൃത്വമായി മാറുന്ന സ്ഥിതി ഉണ്ടാവരുത്. അവിടുത്തെ സ്ഥല MLA ഉണ്ട്, പക്ഷേ ഒരു സ്ഥല MLAക്ക് അതിന് പല പരിമിതികളും ഉണ്ടാകും. തെരച്ചിലുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ കേരളം അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ശ്രീകാന്തും ഷഫീദ് റാവുത്തറും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, തെരച്ചിലിൻ്റെ വിവരങ്ങളിലേക്ക് ആദ്യം വരാം. ഇപ്പോൾ 13ാം ദിനത്തിൽ ഏത് സ്വഭാവത്തിലുള്ള തെരച്ചിലാണ് അവിടെ നടക്കുന്നത്? ഈശ്വർ മാൽപേ സ്വന്തം റിസ്കിൽ നടത്തുന്ന തെരച്ചിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ കേരളം ഒരു പരാതി എന്നുള്ള നിലയിൽ, ഒരു ആക്ഷേപം എന്നുള്ള നിലയിൽ കർണാടക കൂടുതൽ കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ള ആവശ്യം ഉറച്ച ശബ്ദത്തോടുകൂടി മുന്നോട്ട് വയ്ക്കുന്നു. ഈ മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ് ഷഫീദ്? അർജിത്ത്, ഇപ്പോൾ നമ്മളുള്ളത് ഈ അപകടം നടന്ന സ്ഥലത്തിന് വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണ്. അവിടെയാണ് ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അതിൽ ഏറ്റവും പ്രധാനം ഈ കാർവാർ DC ഉണ്ട്, ജില്ലാ കളക്ടറുണ്ട്, കേരളത്തിൽ നിന്നുള്ള MLA മാരുണ്ട്. ഇവരടക്കം ഇവിടെ സ്ഥലത്തെത്തി ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഇതുവരെ ഈശ്വർ മാൽപേ ഇറങ്ങിയിട്ടില്ല. അതായത് ഈ ഒഴുക്കടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന നടപടിയായിരുന്നു ആദ്യം നമ്മൾ കണ്ടത്. NDRFൻ്റെ ബോട്ടുകളിലും നേവിയുടെ ബോട്ടുകളിലും ഈ പുഴയുടെ അടിയൊഴുക്ക്, ഗംഗാവലി നദിയുടെ അടിയൊഴുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള പരിശോധനയാണ് അല്പസമയം മുൻപ് നടന്നത്. പക്ഷേ ഈശ്വർ മാൽപേ അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് മന്ത്രി AK ശശീന്ദ്രൻ, അതേപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള MLA മാർ അടക്കം ഈ നേവിയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇന്നലെ എത്തിയതാണ്. അദ്ദേഹവുമായി ഈ വിവരങ്ങൾ നേരിട്ട് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി ധരിപ്പിക്കുകയാണ്, അവർ പങ്കുവയ്ക്കുകയാണ്. കേരളം അല്പസമയം മുൻപ് കാർവാർ IBയിൽ നടന്ന അവലോകന യോഗത്തിൽ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയും എന്നാൽ പിന്നീട് നടപ്പാക്കുകയും ചെയ്യാത്ത സാഹചര്യം, അതാണ് കേരളം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഇന്നും നമ്മളുടെ ഏക പ്രതീക്ഷ അത് ഈശ്വർ മാൽപേ തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് മാത്രമാണ് ഈ ദിവസവും, ഈ 13ാം ദിവസവും ഈ തിരച്ചിൽ നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ അപകടം നടന്ന തീരത്തിന് തൊട്ട് സമീപത്ത്, അതൊന്ന് വൈഡ് ഫ്രെയിമിലേക്ക് ക്യാമറമാൻ വെക്കുന്നതായിരിക്കും. ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് എത്തി. ഏതാണ്ട് 132 മീറ്റർ അപ്പുറത്താണ് ഈ സ്പോട്ട് 4 അത് നേരത്തെ മാർക്ക് ചെയ്തത്. ഇപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും നേവിയുടെ ഉദ്യോഗസ്ഥർ അവരുടെ ബോട്ടുകളിലെത്തി ഈ നദിയുടെ അടിയൊഴുക്ക് പരിശോധിക്കുകയാണ്. അവരുടെ ആധുനിക യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് അടിയൊഴുക്ക് പരിശോധിക്കുകയാണ്. ഈ അടിയൊഴുക്കടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി. അവലോകന യോഗത്തിലെ തീരുമാനം എന്തെന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും തരത്തിൽ കാർവാർ ജില്ലാ ഭരണകൂടം നമ്മുടെ ഈശ്വർ മാൽപേക്ക് അനുമതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും നമുക്കറിയത്തില്ല. അങ്ങനെ അനുമതി കൊടുക്കണം എന്നുള്ളത് കൃത്യമായി തന്നെ കേരളത്തിലെ പ്രതിനിധികൾ അവർ അറിയിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. അതായത് ആ ബോട്ടിൽ ഈ നേവി ഉദ്യോഗസ്ഥർ അടിയൊഴുക്ക് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ 6.8 നോട്ടായിരുന്നു അടിയൊഴുക്കെങ്കിൽ ഇന്നത് സ്വാഭാവികമായും ഉയരാൻ സാധ്യതയുണ്ട്. കാരണം വൃഷ്ടിപ്രദേശത്തടക്കം വലിയ തരത്തിൽ മഴയുണ്ടായിരുന്നു. കൂടാതെ ഈ മലയുടെ മുകളിൽ ഇന്നലെ മഴ പെയ്ത് ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നടക്കുന്നുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ അടിയൊഴുക്ക് കുറയുകയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു വിവരവുമില്ല. ഇപ്പോൾ നേവി സംഘം അല്പസമയത്തുള്ളവരുടെ പരിശോധനയ്ക്ക് ശേഷം എത്ര ആണ് അടിയൊഴുക്ക് എന്നുള്ള കാര്യം അത്
നോട്ട് ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ ഈശ്വർ മാൽപ്പെ ഏത് രീതിയിൽ ഇറങ്ങണം, എങ്ങനെയാണ് ആ സ്ട്രാറ്റജി. ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതായത് ഈ മൺകുനിക്ക് സമീപത്തേക്ക് മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആങ്കർ ചെയ്യിപ്പിച്ചുകൊണ്ട് അതിനെ റൗണ്ട് ചെയ്ത് നിർത്തുന്നു. ശേഷം സംശയമുള്ള സാഹചര്യത്തിൽ നമ്മൾ കണ്ടെത്തിയ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലത്ത് പരിശോധന, ഇതായിരുന്നു പ്രധാനമായും ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് നേവി സംഘത്തിനൊപ്പം നമ്മുടെ ആ മൺകൂന നമുക്ക് കാണാൻ സാധിക്കും. ഈ മൺകൂനയിലാണ് 132 സെൻറ്റിമീറ്റർ അപ്പുറത്തേക്ക് P4 എന്നുള്ള സ്ഥലത്ത് അവിടെയാണ് നോട്ട് ചെയ്തത്. അവിടേക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയുള്ള വടമടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആങ്കറിങ് ചെയ്ത വടമടക്കമുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. ഇന്നലെ ഈ ഈശ്വർ മാൽപ്പെ തന്നെ പറയുന്നു, ഏതാണ്ട് 6ഓളം തവണ ഇയാൾ ഡൈവ് ചെയ്തു, ഈശ്വർ മാൽപ്പെ ഡൈവ് ചെയ്തു. അദ്ദേഹത്തിന് പക്ഷേ എന്തെങ്കിലും തരത്തിൽ ലോറി, ട്രക്കിൻ്റെ സാന്നിധ്യമോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം കണ്ടത് തകര ഷീറ്റും ചില മരങ്ങളും തടിക്കഷ്ണങ്ങളും ഒക്കെയാണ്. പക്ഷേ ആ തടിക്കഷ്ണം അത് ലോറിയിൽ നിന്ന് വീണതാണോ, നമ്മുടെ അർജുന ട്രക്കിൽ നിന്ന് വീണതാണോ എന്നുള്ള കാര്യം നമ്മൾ എടുത്തു ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല, അത് മുകളിൽ നിന്ന് എവിടെ ഒഴുകി വന്ന തടിക്കഷ്ണമാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു. ഈ വിസിബിലിറ്റി പുഴയ്ക്കടി താഴെ വളരെ കുറവാണ്, കാരണം ചെളി നിറഞ്ഞ വെള്ളമാണ്. അപ്പോൾ വിസിബിലിറ്റി തീരെയില്ല. അതുകൊണ്ട് തന്നെയാണ് നേവി സംഘം വലിയ തരത്തിലുള്ള വിയോജിപ്പ് അക്കാര്യത്തിൽ കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. നദിയുടെ അടിയൊഴുക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. ഈ മൺകൂനകൾ, അതായത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്താണ് ഈ മാർക്ക് ചെയ്തുള്ള പരിശോധന അവർ നടത്തുന്നത്. 3 സ്പോട്ടുകളിൽ പരിശോധന നടത്തി, പക്ഷേ അവിടെയെങ്കിലും ഒന്നുമില്ല എന്നുള്ള കാര്യം ഈശ്വർ മാൽപ്പെ അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞിരുന്നു. ഇനി അവരെ സംബന്ധിച്ചിട്ടുള്ളത് ഈ ഇന്നലെ സംശയം തോന്നിയ മറ്റൊരു സ്ഥലം, ആ സ്പോട്ടിൽ കൂടി പരിശോധന നടത്തും. ഈശ്വർ മാൽപ്പെ ഇന്നുകൂടി സ്വന്തം റിസ്കിൽ ഇവിടെ തുടരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാളത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എല്ലാ തരത്തിലും അനിശ്ചിതത്വമാണ്, നിരാശയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ എപ്പോൾ കണ്ടെത്താൻ കഴിയും, അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ സ്ത്രീകരണം അത് എപ്പോഴുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുന്നു. ഏതായാലും ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. നമുക്ക് നേവി ഉദ്യോഗസ്ഥരെ കാണാം. നേവി ഉദ്യോഗസ്ഥർ ഇപ്പോൾ കാർവാർ DCയോട് ഈ വിവരങ്ങൾ ധരിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു കൂടിയാലോചന അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും തീരുമാനമെടുക്കുക. ഏതെങ്കിലും തരത്തിൽ ഈശ്വർ മാൽപ്പയ്ക്ക് ഇറങ്ങാൻ അനുവദിക്കലിൽ കേരളം കൂടുതൽ സമ്മർദ്ദം അക്കാര്യത്തിൽ നടത്തും. ഈ കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ അടക്കമുള്ള ആളുകൾ മറ്റു ചില വഴികൾ തേടിയിരുന്നു, പ്രത്യേകിച്ച് ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. പക്ഷേ ഒരു ഡ്രഡ്ജർ ഇവിടേക്ക് അഴിമുഖവും താണ്ടി കൊണ്ടുവരിക അതത്ര പോസിബിൾ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആ ശ്രമം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് പോർട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ നിലവിൽ അനുസരിച്ച് കാർവാറിൽ നിന്ന് കൊണ്ടുവരുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ട്. പക്ഷേ രാജസ്ഥാനിൽ നിന്ന് എത്തിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് അത്ര എളുപ്പമൊന്നുമല്ല, അതങ്ങനെയൊന്നും നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന കാര്യവുമല്ല. ഏതായാലും ഇവിടെ നിന്നുള്ളൊരു ഗ്രൗണ്ട് റിയാലിറ്റി റീജിത്ത് ഈ എല്ലാ കാര്യത്തിലും ഒരു അനിശ്ചിതത്വമുണ്ട്. ഈശ്വർ മാൽപ്പയ്ക്ക് ചെയ്യാവുന്നതിൽ പരിമിതിയുണ്ട്. അദ്ദേഹം 1000-ലധികം വളരെ ശ്രമകരമായിട്ടുള്ള ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി അദ്ദേഹം ഇനി ചെയ്യേണ്ട കാര്യങ്ങളിൽ ചില അനിശ്ചിതത്വമുണ്ട്. അനിശ്ചിതത്വം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഈ റെസ്ക്യൂവിന് അതിലേക്ക് നയിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ പൂർണ്ണമായും ഇപ്പോൾ നമുക്ക് അനിശ്ചിതത്വം എന്നല്ലാണ്ട് പോസിറ്റീവായിട്ടൊരു സൂചന ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എല്ലാ തരത്തിലും വഴികൾ അടയുന്നു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള MLA മാരും അതേപോലെ തന്നെ മന്ത്രി AK ശശീന്ദ്രൻ, നേവിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒരു കൂടിയാലോചന ഈ സ്പോട്ടിൽ നടത്തുകയാണ്. അതിൽ തീരുമാനമറിയാം. AK ശശീന്ദ്രൻ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം തീരുമാനം അറിയിക്കുകയും ചെയ്യും. ഏതായാലും ഇപ്പോഴും നമ്മൾ ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കമൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്, ആ പ്രദേശത്തൊരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. പക്ഷേ മണ്ണ് അവിടെ നിന്ന് മാറ്റുന്ന പ്രവൃത്തിയാണ്. നമ്മളെ സംബന്ധിച്ച് ഈ ട്രക്ക് കണ്ടെത്താൻ ഈ പുഴയിലിറങ്ങിയുള്ള പരിശോധന അത് ഇന്നും തുടരണം. അതിന് ഈശ്വർ മാൽപ്പയ്ക്ക് ജില്ലാ ഭരണകൂടം അനുമതി നൽകുമോ, റിസ്ക് ഫാക്ടർ ഉണ്ട് എന്ന് നേവി പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. നമുക്കൊരിക്കൽ കൂടി നമ്മുടെ ആ പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പുഴയിലെ ദൃശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കാണാൻ സാധിക്കും. ആ ദൃശ്യത്തിൽ നേവി ഉദ്യോഗസ്ഥർ അതാ ഈ പുഴയുടെ അടിയൊഴുക്ക്, അതായത് ഈ ഭാഗമെല്ലാം അടിയൊഴുക്ക് പരിശോധിക്കണം. ഓരോ സ്പോട്ട് കേന്ദ്രീകരിച്ചും ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വർ മാൽപ്പയുടെ തിരച്ചിൽ തന്നെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷ വെക്കുന്നത്. അദ്ദേഹം ഇതുവരെ നദിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇറങ്ങും എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ഇറങ്ങുന്നതിന് മുന്നോടിയായി ആ നദിയിലെ ഗംഗാവലി നദിയിലെ കുത്തൊഴുക്ക്, അതിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ള കാര്യം അവിടെ നേവിയും NDRF ഒക്കെ പരിശോധിക്കുന്നുണ്ട്.